ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വർക്കല ബീച്ചിലാണ്. വർക്കല ക്ലിഫിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലിഫിലെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകും. അങ്ങനെ നമ്മൾ വർക്കല ക്ലിഫ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ വർക്കല ക്ലിഫ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇതാണ് നമ്മുടെ ആ ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടേജാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ വർക്കല ക്ലിഫ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ റെസ്റ്റോറൻ്റ് അല്ല, കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിമനോഹരമായ ടാറ്റു സ്റ്റുഡിയോ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇതെല്ലാം ഡ്രസ് സ്റ്റോർസാണ്. ടൂറിസ്റ്റിനെ ആകർഷിക്കാനുള്ള രീതിയിലുള്ള ഡ്രസ്സിൻ്റെ സ്റ്റോറുകളാണ് നമ്മൾ ഈ പോണ വഴിയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊരു ഈ ഒരു സൈഡിലുള്ള ബീച്ചിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വേറൊരു അതിമനോഹരമായിട്ടുള്ള ബീച്ചിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വേറൊരു സൈഡിലുള്ള മനോഹരം എപ്പോഴും കടന്നു വരും. ഓക്കെ, അത് നമുക്ക് ഇനി അടുത്ത വ്ളോഗിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും ആ ഒരു വേറൊരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോൾ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു ഹിൽ വ്യൂ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ ബീച്ചിൻ്റെ സൈഡിലുള്ള വേറൊരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അൺസ്റ്റേബിൾ ക്ലിഫ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നടന്ന് കഫേ 360 എന്ന് പറയുന്ന വേറൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് വരുമ്പോൾ ബീച്ചിൻ്റെ സൈഡിലുള്ള വേറൊരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അതിമനോഹരമായ ബീച്ചിൻ്റെ സൈഡിലുള്ള വേറൊരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബീച്ചിൻ്റെ സൈഡിലുള്ള വേറൊരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് വേറൊരു സൈഡ് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വർക്കല ക്ലിഫിൻ്റെ കാഴ്ചകൾ. ഇനി നടന്ന് പോയി നമുക്ക് ഒരുപാട് ദൂരം നടന്നു പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. കാരണം ഇനിയിപ്പം ആ സൈഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് സൈഡ് ഇങ്ങനെ നടന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്കല ക്ലിഫിലെ കാഴ്ചകൾ.